ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരാമർശങ്ങളാണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. നമ്മൾ വളരെ ചെറിയ കുട്ടിയാകുന്നത് മുതൽ, മദ്രസയിൽ ഓത്തു പഠിക്കുന്നത് മുതൽ ജീവിതത്തിലുടനീളം നമ്മൾ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വാക്കാണ് ബിസ്മിയും അഊദും, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപക്ഷെ ജീവിതത്തിൽ എത്രയോ ബിസ്മികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഫാത്തിഹയിലാണെങ്കിലും ഖുർആനിലും മറ്റ് സന്ദർഭങ്ങൾ, അതല്ലാത്ത സന്ദർഭങ്ങളിലും. അതൊക്കെ നാവുകൊണ്ട്, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ഒരു വാക്കായിരിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. പക്ഷേ അത് ഹൃദയത്തിൽ തട്ടിയ ആളുകൾ വളരെ കുറവായിരിക്കും. ഈ രണ്ട് വാക്കും നമ്മളെടുത്ത് പരിശോധിച്ചാൽ മതി. ഈ ജീവിതം എന്നത് നമ്മൾ അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാണ്. വളരെ കൃത്യമാണ്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ജീവിതം എന്നത് ഇത് നൽകിയ, ഈ ജീവിതം ഉടമപ്പെടുത്തുന്ന അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് ജീവിതം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് പ്രതിസന്ധി വരുമ്പോഴും ഒരു വിശ്വാസിയെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്, മടങ്ങുന്നവരാണ്. അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തൽ. ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വലുത് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്, ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ആ അള്ളാഹു നൽകിയ അനുഗ്രഹമായ ഈ ജീവിതം, പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം എന്നത്, അതിൽ നമ്മളെ വഴിപിഴപ്പിക്കാൻ പതിയിരിക്കുന്ന പിശാചാണ്, അല്ലേ? ഉറങ്ങാതെ, ഉറക്കമില്ലാതെ, ക്ഷീണമില്ലാതെ, വിശ്രമമില്ലാതെ എല്ലാവരെയും പിഴപ്പിക്കാൻ, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പണക്കാരനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ ദീനിൽ അറിവുള്ളവനെന്നോ അറിവില്ലാത്തവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ സകലമാന ആളുകളെയും അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പിഴപ്പിച്ച് ഇതാണ് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ്. അവനാണ് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. നിശ്ചയമായും ശൈത്താൻ നിങ്ങൾക്ക് പ്രത്യക്ഷനായ ശത്രുവാണെന്നാണ്. അവനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം എന്നാണ്, ശത്രുവായി തന്നെ കാണണം എന്നാണ്. വേറൊരാളെ പറ്റി അങ്ങനെ എത്രയോ അക്രമികളായ ഭരണാധികാരികളെ പറ്റി, പല ആളുകളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശത്രു എന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് അത് ഇബ്ലീസിനെ കുറിച്ചാണ്. ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണാൻ. വെച്ചാൽ ഊണില്ലാതെ ഉറക്കമില്ലാതെ രാപ്പകല് സകല ആളുകളെയും, അല്ലേ, വ്യത്യാസമല്ല, അതിൽ പണ്ഡിതനോ പാമരനോ എന്താണ് കുട്ടീനോ ദരിദ്രനോ ധനികനൊന്നും വ്യത്യാസമില്ല, എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ്, അവനാണ് നിങ്ങളുടെ ശത്രു. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ തടസ്സം എന്താണ്? ഇബ്ലീസ് തന്നെയാണ്. അപ്പോൾ ആ ഇബ്ലീസിൽ നിന്നുള്ള കാവലാണ്, ഇസ്തിആദത്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, യഊദു എന്ന അറബി പദം, അതിൻ്റെ യഥാർത്ഥ അസിലിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുക എന്നാണ്. ഡിക്ഷണറിയിലെ കൊടുത്ത അർത്ഥം, വില്ലിൻ്റെ ലെക്സിക്കോണിലൊക്കെ കൊടുത്തത്, അത് ഒരു എന്താണ്, ഇറച്ചി എല്ലിനോട് എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്നത് അങ്ങനെ അടുത്ത് നിൽക്കുന്നതിനാണ് ആദ എന്ന് പറയാം. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക എന്നാണ്. അതായത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സകലമാന പണികളും എടുക്കുന്ന ആ ഇബ്ലീസിൽ നിന്ന്, പിശാചിൽ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട്, ഒരു പേടിച്ചോടുന്ന ചെറിയൊരു കുട്ടി അതിൻ്റെ മാതാപിതാക്കളെ അണഞ്ഞുകൂട്ടി കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുരക്ഷിതത്വം, അതാണ് അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ പിശാചിൻ്റെ കെണികളിൽ നിന്നൊരു വിശ്വാസിക്ക് കിട്ടേണ്ട തണലതാണ്, രക്ഷയതാണ്, അഭയം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിനെ ഇപ്പോൾ നമ്മളൊരാൾ തല്ലാൻ വരുമ്പം നല്ല തടിമുടുക്കുള്ള ഒരാളെ മറവുക്ക് മാറി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. എന്നെ നോക്കുന്നു വിചാരിക്കുമ്പം, അല്ലേ, എന്നെ നോക്കുന്നു വിചാരിച്ചു ഓൻ്റെ ബാക്കൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഓനതിനെ കൊണ്ട് വയ്ക്കുന്നു. അപ്പം അമ്മക്കുള്ളൊരു സമാധാനമുണ്ട്. ആ സമാധാനം, അല്ലെങ്കിൽ മഴ ചെയ്യുമ്പോൾ നമ്മൾ ഓടി ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എന്താണ്? ആ ഓട്ടമാണ് ഇസ്തിആദത്ത്, അള്ളാഹുവിലേക്കുള്ള ഓട്ടം. ആരിൽ നിന്ന് രക്ഷപ്പെടാൻ? പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ. സർവശക്തനായ എല്ലാറ്റിനും കഴിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള വിശ്വാസിയുടെ ഓട്ടമാണ്. ആ അള്ളാഹുവിനോട് ചേർന്നുള്ള നൃത്തമാണെന്ത്? ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ശരണം വിളിക്കുക എന്ന് പറഞ്ഞാൽ, അഊദു പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെയ്യണത് അതാണ്. അപ്പോൾ അള്ളാഹു എന്നിട്ട് വന്നിട്ട് രണ്ടാമതോട് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മളൊരാൾ ഒരു കാര്യം ആരംഭിക്കുന്നത്. അതായത് നമ്മളെ ശത്രുവിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ കഴിവുള്ള അള്ളാഹുവിനോട് ആ ശത്രുവിൽ നിന്ന് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കുള്ള, അള്ളാഹുവിൻ്റെ ബറക്കത്തിലേക്കുള്ള, കാരുണ്യത്തിലേക്കുള്ള വാതിലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി തുറക്കുന്നത്. അതുകൊണ്ട് ഇത് വല്ലാത്ത രണ്ട് വാക്കുകളാണ്. നമ്മൾ എത്രയോ ജീവിതത്തിൽ ഉച്ചരിച്ച, ഇനിയും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ട് വചനങ്ങൾക്ക് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്ര സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സഹോദരങ്ങൾ ഒന്നുകൂടി ഉള്ളിൽ തട്ടിയിട്ട് അത് പറയാൻ കഴിയുള്ളൂ. ഉറങ്ങാത്ത, ക്ഷീണിക്കാത്ത ആ പിശാചിൽ നിന്ന് കുതന്ത്രങ്ങൾ പതിയിരിക്കണം. പിശാച് അങ്ങനെ പറഞ്ഞു, ഞാൻ പതിയിരിക്കണം എന്നാണ്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നിന്റെ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ പതിയിരിക്കുന്ന, അല്ലെങ്കിൽ വഴിയിരിക്കുന്ന ഈ ഇബ്ലീസിൽ നിന്നാണ് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, വസ്വാസിൽ ഖന്നാസ് അതാണ് ഉറങ്ങേണ്ട നേരത്ത് നമുക്ക് ഉറക്കം തരാത്ത ഇബ്ലീസ് എല്ലാ മാർഗവും. ജീവിതത്തിൽ ഒരു വിശ്വാസിയെ ഇതിൽ നിന്ന് എങ്ങനെ തെറ്റിക്കാന്ന് മുഴുവൻ, അല്ലേ? ഒരു രാത്രി 10-11 മണിയാകുമ്പോൾ ഉറങ്ങേണ്ട സമയമാണ്, അപ്പൊ നമ്മൾ ഉറങ്ങാൻ ഇബ്ലീസ് സമ്മതിക്കൂല. ഹലോ, നേരെ മറിച്ച് 4 മണിക്ക് നീക്കേണ്ട സമയമാണ്, അപ്പൊ നമ്മൾ നീച്ചാനും സമയം, അപ്പൊ നമ്മളോട് ഉറങ്ങാൻ പറയും. 11-12 നമ്മളോട് നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കൂല. 4-5 മണിയാകുമ്പോഴോ നമ്മളെ നീച്ചാനും സമ്മതിക്കൂല. അങ്ങനെ എല്ലാം ഓന് ഉറക്കാൻ നോക്കുന്നതും നമ്മളെ തെറ്റിക്കാനേക്കാരം, നമ്മൾ ഉണർത്താൻ നോക്കുന്നതും നമ്മളെ തെറ്റിക്കാനേക്കാരം. ഇനി ഏത് മാർഗത്തിലും നമ്മളെ നോട്ടത്തിൽ, നമ്മളെ സംസാരത്തിൽ, നമ്മളെ അസൂയയിൽ, ദേഷ്യം, എല്ലാ തരത്തിലും ആളുകളെ പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി, നമ്മളൊരു വാക്കുകൊണ്ട് തെറ്റിദ്ധാരണ, ഊഹങ്ങൾ, ഇതൊക്കെ ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ, മനുഷ്യബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കാൻ, മനുഷ്യബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ, വിശ്വാസികളുടെ ദീന് തെറ്റിക്കാൻ, അവരുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ സകലമാന പണികളും എടുത്തുകൊണ്ടിരിക്കുന്ന ഇബ്ലീസിൽ നിന്നുള്ള അഭയമാണ് സത്യവിശ്വാസിക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. ഒരു ഇസ്തിആദത്ത് ചെല്ലുന്നതിലൂടെ, അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്നതിലൂടെ, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിലൂടെ, അള്ളാഹുവിലേക്ക് ഓടുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം എന്നത് അവൻ്റെ പരലോകത്തിൻ്റെ സുരക്ഷിതത്വമാണ്, മരണാനന്തര ജീവിതത്തിലുള്ള രക്ഷയുടെ സുരക്ഷിതത്വമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഇസ്തിആദത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് പിശാചിൽ നിന്ന് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണമെന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ഔദു ചൊല്ലൽ നിർബന്ധമാണെന്നാണ്. ഔദു ഓതൽ നിർബന്ധമാണെന്നാണ്, ഖുർആന്റെ കൽപ്പനയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾ പിശാചിൽ നിന്ന് എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണം, ഔദു ഓതണം എന്നത് നിർബന്ധമാണെന്നാണ് ഈ ആയത്തിന്റെ ഹുക്കുമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ബിസ്മി ഓതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഔദു ഓതൽ നിർബന്ധമാണ്. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ്, നമ്മൾ ഔദു ഓതൂല, ബിസ്മിയാണ് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ സാധാരണ ഓതുക. അപ്പം അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം. അല്ലാതെ ഒരു ശൈത്താൻ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിആദത്ത് ചെയ്യണം, ഇസ്തിആദത്ത് ഉച്ചരിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ല്ലേ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ സ്ത്രീ വശീകരിക്കാൻ മഅദല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ശരണം, അല്ലാഹുവിൽ നിന്ന് അഭയം, അല്ലാഹുവിൽ അഭയം പ്രാപിച്ചേക്കാണ്. അപ്പോൾ അള്ളാഹിന്റെ പേര് ഉച്ചരിച്ചാൽ മതി. അല്ലാഹുവിനോട് സഹായം ചോദിച്ചാൽ പിശാച് എന്ത് ചെയ്യും? പിശാച് അവിടുന്ന് രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിന് ആത്യന്തികമായി സത്യവിശ്വാസികളുടെ മേൽ ഒരു അധികാരം, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്ന, അല്ലാഹുവിൽ അചഞ്ചലമായി ഉറച്ചു വിശ്വസിക്കുന്ന സത്യവിശ്വാസികളുടെ മേൽ പിശാചിന് യാതൊരു അധികാരവും അല്ലാഹു നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ അല്ലാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ത് ചെയ്യില്ല? പിശാചിന് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കൊടുക്കാതെ വെക്കണമെങ്കിൽ ആ ഇസ്തിആദത്ത് ഉച്ചരിക്കാനും അത് അർത്ഥമറിഞ്ഞുകൊണ്ട്, ആശയമറിഞ്ഞുകൊണ്ട്, അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നിലപാടെടുത്ത് ജീവിക്കാനും ഒരു സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഒരു കാര്യം തുടങ്ങണം. അത് ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, ജീവിതത്തിൽ സകലമാന നന്മകളും ഒരു സത്യവിശ്വാസി ആരംഭിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്. ബിസ്മി കൊണ്ടാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് മാത്രമല്ല ബിസ്മി, ജീവിതത്തിലെ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അത് ബിസ്മി കൊണ്ട് തുടങ്ങാന്നുള്ളത് അതെന്താണ്? അത് പ്രവാചകചര്യയുടെ വെളിച്ചത്തിൽ നല്ല കാര്യമായി പഠിപ്പിക്കപ്പെട്ടൊരു സാധനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. അല്ലാഹു യാ ഗുലാം സമ്മില്ലാ വകുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്. നീ വലത് കൈ കൊണ്ട് തിന്നണം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കുമ്പോൾ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് പറഞ്ഞാണ്. എന്താണ്?
അടുത്തുള്ളത് കഴിക്കണം, എന്ത് ചെയ്യണം, വലത് കൈ കൊണ്ട് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ സഹോദരൻ, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുക എന്ന് മാത്രമല്ല, നമ്മളെ ജോലിയാകട്ടെ, നമ്മുടെ ഡ്രൈവിംഗ് ആകട്ടെ, നമ്മുടെ പഠിത്തമാകട്ടെ, വായനയാകട്ടെ, സംസാരമാകട്ടെ, നമ്മളെ ഏതൊരു ജീവിതത്തിലെ നല്ല കാര്യവും, അത് കുറേ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ല കാര്യം ആരും കള്ളുടിച്ചുമ്പോൾ ബിസ്മില്ലല്ലോ ചെല്ലോ, വ്യഭിചരിക്കും ആരും ബിസ്മില്ലോ ഇല്ല. അപ്പം അതൊക്കെ തെറ്റാണ്, അതുകൊണ്ടാണ് ചെല്ലാത്തത്. ആ ബോധമുണ്ടല്ലോ, ബിസ്മി കൊണ്ട് ചെല്ലാൻ പറ്റിയൊരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. ബിസ്മി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ആ ബോധമാണ് ബിസ്മി. അള്ളാന്റെ നാമം കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന ഒരു കാര്യം ഒരു സത്യവിശ്വാസി ഒരിക്കലും ബിസ്മി കൊണ്ട് ആരംഭിക്കൂല. അപ്പൊ അതുകൊണ്ട് ബിസ്മിയോട് ചെല്ലാൻ പറ്റിയ പണിയെടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ തന്നെ നമ്മളെന്താവും, നമ്മൾ നന്നാകേണ്ടി വരും സഹോദരങ്ങളെ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മളിപ്പോൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ആ കാര്യം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങണം അള്ളാനെ കൊണ്ടാണ്. കാരണം ആ കാര്യങ്ങളുടെ പൂർണ്ണമായ അധികാരവും നിയന്ത്രണവും അള്ളാൻ്റെ അടുത്താണ്. ഇത് പൂർത്തീകരിക്കാൻ നമ്മളുണ്ടാവുമോ? ഒരു പുസ്തകം വായിച്ചാൽ കിതാബ് ഓതുകയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങണം. അപ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്താണ്? ഈ പുസ്തകം വായിക്കാനുള്ളൊരു തൗഫീക്ക്, കണ്ണ്, കാത്, ചെവി, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ഇത് തുടങ്ങി ഇത് മുഴുവനാക്കാൻ നമ്മളിവിടെ ബാക്കി ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഈ പുസ്തകം മുഴുവനാക്കാനുള്ള ഒരു തൗഫീക്ക്, ഈ പുസ്തകത്തിൽ എന്തെങ്കിലും കിതാബിൽ നിന്ന് എന്തെങ്കിലും വായിച്ചിട്ട് ഒരു നാഫിയായ ഉപകാരപ്രദമായ ഒരു അറിവ് കിട്ടിയാൽ അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീക്ക്, അതാണ് ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീക്ക്. അങ്ങനെ സകലമാന നന്മകളുടെയും താക്കോലാണ് അല്ലെങ്കിൽ കവാടമാണ് ബിസ്മിയിലൂടെ നമ്മൾ തുറക്കുന്നത്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അതിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് തരും. ആ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ബറക്കത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഈ ജീവിതത്തിലുടനീളം ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതും, അത് നമ്മുടെ ശത്രുവായ പിശാചിൽ നിന്ന് ആരാണോ അള്ളാഹുവിൽ നിന്നും അവൻ്റെ ദീനിൽ നിന്നും നമ്മളെ അകറ്റിക്കളയുന്ന പിശാചിൽ നിന്ന് അഭയം അള്ളാഹുവിലേക്ക് പ്രാപിച്ചുകൊണ്ട് ആ അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിലെ സകല കാര്യങ്ങളിലും ബറക്കത്തും കാരുണ്യവും ചെയ്യാൻ കഴിവുള്ള ആ അള്ളാഹുവിനോട്, ആ അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തിയോടുകൂടി ഞാൻ ഈ കാര്യം ആരംഭിക്കുന്നു എന്നാണ്. അബ്ദഉ എന്നാണ് അവിടെ ഒരു അബ്ദഉ ഉണ്ട് എന്നാണ്. എന്താണ് അറബി ഭാഷയിൽ പറയും. ബിസ്മിൻ്റെ മുമ്പ് എന്തുണ്ട്? ഞാൻ ആരംഭിക്കുന്നു എന്ന് ഒരു ബ്രാക്കറ്റിൽ എന്ത് എഴുതിയിട്ടുണ്ട്? അവിടെ ഉണ്ട്. അത് കളയപ്പെട്ട് അതവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, അതവിടെ ഉണ്ട്. അതാണ് ഞാൻ തിന്നാൻ ആരംഭിക്കുന്നു, എഴുതാൻ ആരംഭിക്കുന്നു, ഞാൻ ഡ്രൈവ് ചെയ്യാൻ ആരംഭിക്കുന്നു, ഞാൻ എന്താണ് വായിക്കാൻ ആരംഭിക്കുന്നു. ഏത് നല്ല കാര്യമാണെങ്കിലും അവിടെ ഞാനൊരു ആരംഭിക്കുന്നു എന്ന് അതിൽ പറയാതെ പറയുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ അതിനെ കണ്ട് ആ ഒരു രൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ വലിയ മാറ്റമാണ് ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം കാരുണ്യവാൻ, റഹ്മാനും റഹീമുമായ അള്ളാഹു, അല്ലേ, അത്രയും കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്യുന്ന ആച്ചക്ക് നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു തൗഫീക്ക്, അല്ലേ. ഒരു ആൾക്കൊരു 10 റുപ്യ കൊടുക്കുമ്പോൾ ബിസ്മി ചെല്ലുമ്പോൾ എന്താണ്? ഈ ഒരു 10 റുപ്യ എനിക്ക് തന്നത്, അല്ലേ, എനിക്കൊരു സാഹചര്യത്തിന് ഈ ഒരു 10 റുപ്യ ഉണ്ടാകാൻ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ മുഴുവനും എനിക്ക് തന്നത് എൻ്റെ റബ്ബാണ്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ആ ബിസ്മിയിലുണ്ട്. അവരുടെ സഹോദരങ്ങളെ, അങ്ങനെ ആ നിലക്ക് ഈ രണ്ട് വചനങ്ങളെ കാണാനും അത് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് അമലാക്കിക്കൊണ്ട് ആ ബോധത്തോടു കൂടി ഇതെല്ലാം നൽകിയ ഇതെല്ലാം ആർക്കു വേണ്ടിയാണോ സഹോദരങ്ങൾ നമ്മൾ ചെയ്യുന്നത്? ആ റബ്ബിനെ നേരിട്ട് കാണുന്ന ഒരു പരലോകമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ഈ വചനങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ഉച്ചരിക്കുന്ന വചനങ്ങളിൽപ്പെട്ടതാണ് ഔദും ബിസ്മി എന്നത്. ചെറുപ്പത്തിലേ നമ്മൾ ശീലിച്ച് അതൊരു ചര്യയായി, അതൊരു ശീലമായി മാറിപ്പോയി എങ്കിലും അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്, വലിയ ആഴമുള്ള അല്ലെങ്കിൽ വലിയ ശക്തമായ ഒരു ബന്ധമാണ് അള്ളാഹുവുമായിട്ട് ബിസ്മിയിലൂടെയും ഔദൂലൂടെയും ഒരു വിശ്വാസിക്കുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാൻ പ്രതിജ്ഞ ചെയ്ത് അതിനുള്ള സകല പണികളും എടുത്തുകൊണ്ടിരിക്കുന്ന, നമുക്കൊരു മറവി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ മറപ്പിക്കുന്നത് പിശാചാണ്. കാരണം എന്തായാലും അത് ഓർത്താൽ എന്ത് ചെയ്യും? അത് ഓർത്താൽ നമ്മൾ രക്ഷപ്പെടും. അത് മറന്നാൽ നമുക്ക് ചില അബദ്ധങ്ങൾ, ഇതൊക്കെ എന്താണ് അബദ്ധങ്ങൾ, ധൃതി, ദേഷ്യം, ഇതൊക്കെ പിശാചിന് ഇതിൽ വ്യക്തമായ പങ്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിച്ച് നരകത്ത് കൊണ്ടുപോകാൻ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കാര്യം ഇപ്പോൾ ഒരാളെ ഏൽപ്പിച്ചോ, നമ്മൾ മറക്കുമ്പോൾ എന്താ അയാൾക്ക് നമ്മളോട് തോന്നണോ ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല, വിശ്വാസക്കുറവ് ഉണ്ടോന് എന്ന് തോന്നും. നമ്മൾ മറന്നതായിരിക്കും, പക്ഷെ അത് മറ്റാക്കറിയില്ലല്ലോ. അങ്ങനെ എല്ലാ തരത്തിലും ഫിത്ന ഉണ്ടാക്കാനാണ് എന്ത് ചെയ്യുക
ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നരകത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോടുള്ള കാവൽ തേട്ടമാണ് ഇസ്തിആദത്ത് എന്ന് പറയുന്നത്, ഔദു എന്ന് പറയുന്നത്. അതേപോലെ ഏതൊരു കാര്യവും നല്ല കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അതെന്താണ്? ആ കാര്യം ചെയ്യാനുള്ള തൗഫീഖ് എല്ലാം പടച്ചവനാണ് നൽകിയത്. ആ അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ റബ്ബിനോട് അതിൻ്റെ സകല നന്മകളും ബറക്കത്തും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ള, അള്ളാഹുവിലേക്ക് നമ്മൾ ഓടുക എന്നുള്ളത് സഹോദരങ്ങൾ, ഇതൊക്കെയാണ് ഇത് നൽകുന്ന മഹത്തായ ആശയം. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കയറുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും ഒക്കെ വ്യക്തമായി അള്ളാഹു ഹദീസിൽ ഓരോ പ്രാർത്ഥനകളും അതിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഈ ബന്ധം അല്ലേ, അതുകൊണ്ട് നമ്മുടെ നാവ് ഈ 2 വാക്കുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നീ 2 വാക്കുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അതിങ്ങനെ ആ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒരു കരുത്ത്, ഈ അള്ളാഹുവിലേക്കുള്ള ഈ യാത്രയിൽ ഈ 2 വചനങ്ങൾ നൽകുന്ന കരുത്താണ് ഓർമ്മപ്പെടുത്തിയത്.